ഇപ്രാവശ്യം 50 വർഷം കഴിഞ്ഞതിന് KSB അവര് എല്ലാരും നമുക്ക് തന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യമേ കിട്ടുന്ന 65ാമത്തെ വയസ്സിൽ കിട്ടുന്ന മെമ്മന്റിയാണ്. മറല്ലേ തിരുവേണേ. ഹായ്, ഇജോയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ അറക്കുളത്താട്ടോ. അറക്കുളം അശോക ജയ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഫിലിം വ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനാളായി ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിലെ ജോയിച്ചേട്ടുണ്ട്. ജോയിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതിനാളെല്ലാം കണ്ടിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ആയിക്കോട്ടെ, എടുത്തേക്കാം. അത് ക്യാമറ ഇരിപ്പുണ്ടല്ലോ. ഇത് പഴയ ക്യാമറയാണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ അതെ. ഇത് ഫാദർ ഏറ്റവും ലാസ്റ്റ് ഉപയോഗിച്ചത്. അപ്പോൾ ചേട്ടനെ കുറിച്ച് പേപ്പറിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് 1957 ഇടുക്കി ഡാമിന്റെ ഫോട്ടോ. ഫാദർ എടുത്താ, ഞാൻ എടുത്തല്ല. അപ്പൊ ഫാദറിന്റെ ഫോട്ടോ ചേട്ടൻ സൂക്ഷിച്ചു വെക്കുന്ന രീതിയിലൊക്കെ വാർത്ത ഉണ്ടാക്കുന്നത്. അതെ അതെല്ലേ. അപ്പൊ ചേട്ടൻ്റെ അങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ? ഓ അതല്ല. അപ്പൊ ഇത് കമ്പ്യൂട്ടറിൽ അതിന്റെ ഫോട്ടോസ് ഉണ്ട്, കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. ഇതാണ് ഏറ്റവും പഴയ ഫോട്ടോ. അതെല്ലേ. ഇത് 1957 ഫാദർ എടുത്ത ഫോട്ടോയാണ്. 57 എടുത്ത ഫോട്ടോയല്ലേ? അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ലാസ്റ്റ് വരും. ഇത് നമ്മുടെ കനാലിൽ നിന്ന് പവർ ഹൗസിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിന്റെയാണ്. ഇത് അതിന്റെ മുകളിലുള്ള ഇതിൽ കൂടെ നാച്ചാറ് പോകുന്നു, ഇതിന്റെ അടിയിൽ കൂടെ കനാല് പോകുന്നു. അതാണ് ഇത് ഇടുക്കി ഡാം പണിതുകൊണ്ടിരിക്കുന്നത്. പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് പവർ ഹൗസിന്റെ അകത്തൂടെ വെള്ളം വരുന്ന സ്ഥലത്തുള്ള പൈപ്പ് കൊണ്ടുപോകുന്നത്. പൈപ്പ്. അച്ഛനെ കുറിച്ചുള്ള ഒരു ഓർമ്മകളൊന്ന് പറയാലോ. അച്ഛൻ ആദ്യമേ സിനിമ ഫോട്ടോഗ്രാഫറായിരുന്നു. സിനിമ ഫോട്ടോഗ്രാഫറായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ജെമിനി സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറായിരുന്നു. എവിടെയായിരുന്നു? മദ്രാസിലായിരുന്നു. അച്ഛനും യു രാജഗോപാലും ഒരേ ടൈമിനായിരുന്നു വർക്ക് ചെയ്തത്. പിന്നെ അച്ഛൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ ബോഡി ജോലി കിട്ടി. ഫോട്ടോഗ്രാഫറായിട്ട് ജോലി കിട്ടി. ഫോട്ടോഗ്രാഫറായിട്ട് ജോലി കിട്ടി. പിന്നെ എലക്ട്രിസിറ്റി ബോർഡിലെ ഏക ഒരു ഫോട്ടോഗ്രാഫർ അച്ഛനായിരുന്നു. ആ ഇത് കഴിഞ്ഞപ്പം ആ തസ്തിക എടുത്ത് കളയുകയാണ്. അപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ 1957 തൊട്ടുള്ള ഫോട്ടോകൾ അച്ഛൻ എടുക്കാൻ തുടങ്ങി പർവോസിലെ. 57 ഇപ്പൊ ഇടുക്കി ഡാമിന്റെ വന്നിരിക്കുകയാണെങ്കിൽ ഇതുപോലെ വഴിയും കാര്യമൊന്നുമില്ല. അന്ന് നമ്മുടെ മലങ്കരയിലെ ഒരു സൂപ്രണ്ട് അവരുടെ എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു അവർ വന്നിരുന്നത്. അങ്ങനെയാണ് ഈ 1957 ഫോട്ടോ എടുത്തത്. പിന്നെ കേരളത്തിലെ എല്ലാ ഡാമുകളുടെയും ഫോട്ടോ എടുത്തു. എല്ലാ ഡാമുകളുടെയും ഫാദർ അല്ലാണ്ട് വേറെ എടുത്തിട്ടില്ല. ബോർഡിന്റെ ആയിട്ടുള്ള എല്ലാ വർക്കുകളും അച്ഛൻ ആദ്യമായിട്ട് ജോലി ചെയ്ത സ്ഥലം എവിടെയായിരുന്നു? ആദ്യം ചെയ്തത് മൂന്നാർ ചെയ്തിട്ടുണ്ട്. പിന്നെ പോയിട്ട് പെരിങ്ങൽകുത്ത്, പിന്നെ പമ്പ, പിന്നെ സോളാറ്, എല്ലാ തന്നെ. അതുപോലെ നമ്മുടെ കോഴിക്കോടുള്ള കക്കയം ഡാം, അതിൻ്റെ എല്ലാ വർക്കിനും ഫാദർ തന്നെയാണ് പോയിരുന്നത്. കേരളത്തിലെ എല്ലാ ഇതിൻ്റെയും എൻ്റെ അറിവിൽ വെച്ചിട്ട് ഫാദർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫോട്ടോസും എല്ലാം അങ്ങനെയാണ് റെക്കോർഡിക്കലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡിയോയ്ക്ക് അന്ന് KSB ക്വാർട്ടേഴ്സിലല്ലായിരുന്നു? അല്ല, ഫാദറിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ D40-ലായിരുന്നു, ഡാർക്കും. ഞങ്ങൾക്കുള്ള ക്വാർട്ടേഴ്സ് E41B ആയിരുന്നു, തൊട്ട് താഴെ. പിന്നെ 69-ലാണ് എൻ്റെ ചേട്ടൻ പേര് നോക്കുകയാണെങ്കിൽ ജയൻ. അപ്പൊ അതുകൊണ്ടാണ് ജയ സ്റ്റുഡിയോ എന്ന് പേര് വന്നത്. അന്ന് ചേട്ടന്റെ നിർബന്ധം കൊണ്ടാണ് അന്നത്തെ കാലത്ത് 69 സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ചേട്ടനുണ്ട്, ഫാദറിന്റെ ഒരു മേൽനോട്ടത്തിൽ അങ്ങനെ നടന്നു പോകുന്നു. അച്ഛൻ പെൻഷൻ പറ്റിയത് കാലത്തായിരുന്നു? അച്ഛൻ പെൻഷൻ പറ്റിയത് എന്റെ 82-83 എന്നാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ആരെങ്കിലും ഈ KSB ജോലിക്ക് കയറുന്നുണ്ടോ അങ്ങനെ ചോദിച്ചായിരുന്നു. അതെ. അപ്പൊ അതിനെ കണി ചോദിച്ചപ്പോ ചേട്ടനോട് ആദ്യം ചോദിച്ചു കയറാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. അന്ന് എന്റെ അടുത്തും ചോദിച്ചു കയറാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്ന് ഞങ്ങൾ രണ്ടുപേരും ബോർഡിന്റെ ഫോട്ടോസ് അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് ചോദിച്ചത്. ഞാനും പറഞ്ഞു ഇല്ല എന്ന്. പറയാൻ കാരണം എന്തായിരിക്കും? പറയാൻ കാരണം അന്ന് അച്ഛന് ഒരു മാസം ശമ്പളം 1000 രൂപയുള്ളൂ. 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റുഡിയോയിലെ കളക്ഷൻ 1500 പെർ ഡേ. 1500 2000-ന് അബവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്
ഞങ്ങൾ അന്ന് വേണ്ടത്. പക്ഷെ ഇതോടുകൂടി ആ തസ്തിക തന്നെ ഇല്ലാതായി ഇല്ലാണ്ടാകുക ചെയ്തു. ഇപ്പൊ നിലവിൽ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് കോൺട്രാക്ട് കൊടുത്ത് അങ്ങനെ ആയിരിക്കും അല്ലേ? അതെ. ചോദിച്ചേട്ടാ, അച്ഛൻ പഠിപ്പിച്ചു തന്നതിൽ നമുക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർമ്മയിലുള്ളത് എന്നെ ചോദിക്കുകയാണെങ്കിൽ, അച്ഛന് സുഖമില്ലാണ്ട് ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് ഫോട്ടോ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട വന്നു. ജനറേറ്റർ കംപ്ലീറ്റ് ഉള്ള ഫോട്ടോസ് ഒരെണ്ണം ആവശ്യമുള്ളത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലാഷ് എടുത്ത് വെച്ചപ്പം അച്ഛൻ ചോദിച്ചു, നീ എന്തിനാ ഫ്ലാഷ് ഇട്ടാണോ എടുക്കണേന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എടാ ഫ്ലാഷ് കൊണ്ടുപോകണ്ട, കാരണം എന്നെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലാഷിന് മാക്സിമം ഒരു 100-150 അടി വരെ മാക്സിമം പവറുണ്ട്. ജനറേറ്റ് ചെയ്യുന്ന അതിക്കുള്ള അകല. അപ്പൊ അവിടുന്ന് ഇരുണ്ട് പോകും. നീ ഫ്ലാഷ് ഉപയോഗിക്കേണ്ട, കൺട്രോൾ റൂമിൽ കയറിയിട്ട് ആ ഗ്ലാസിന്റെ അവിടുന്ന് ക്യാമറ വെച്ചിട്ട് നീ ഷട്ടർ സ്പീഡ് ബിയിലിടുക, എന്നിട്ട് എണ്ണി എടുക്കാൻ പറയും. ഒരു 4-5 എന്ന് പറയുകയാണെങ്കിൽ ഒരു ആദ്യമേ ഒരു 4 സെക്കൻഡ്, പിന്നെ ഒരു 8 സെക്കൻഡ്, അങ്ങനെ ഉള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ആ കംപ്ലീറ്റ് ആ ഫോട്ടോസ് എടുക്കാൻ പറ്റിയത്. എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അതേ റിസൾട്ട് കിട്ടി. അതും എനിക്ക് വലിയൊരു, ഇപ്പോഴും ആണാലും ശരി തന്നെ എൻ്റെ ക്യാമറയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഡിജിറ്റലാണേലും നമ്മൾ ചെയ്യണം ചോദിക്കണത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ബിയിലിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ അതിക്ക് നല്ല അനുഭവമാണ്. ചോദിച്ചേട്ടൻ എത്ര വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിള്ളേരുടെ ഒക്കെ ക്ലാസ് ഫോട്ടോസും പിന്നെ ടൂർ പോകുമ്പോഴൊക്കെ ഇതെടുക്കുമായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞൊരു 7 ഇതായപ്പോഴത്തേനും നമ്മുടെ ലയൺസ് ക്ലബ്ബുകാര് ഇവിടെ ഒരു വള്ളംകളി നടത്തിയായിരുന്നു. നമ്മുടെ എവിടെയും ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ത്രിവേണി സംഗമത്തിന്റെ വെള്ളിയാറ്റില്. അപ്പൊ വള്ളംകളി മത്സരമല്ല, ഈ വള്ളത്തിന്റെ മുകളില് കസേരകളൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലുള്ള അഭ്യാസ പ്രകടനമായിരുന്നു. പറഞ്ഞ എനിക്ക് അന്നുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ അച്ഛൻ മേടിച്ചു തന്നെ ഫുൾ വ്യൂ ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. അപ്പം ഞാനും ഒരു റോൾ ഫിലിം മേടിച്ചു, ചേട്ടനും പോയി, അച്ഛനും എല്ലാവരും പോയി. അന്ന് നല്ല മഴ മൂടലായതുകൊണ്ട് ഇവരാരും എടുത്തില്ല. ഒന്ന് ഞാൻ നോക്കി ലൈറ്റും കാര്യം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് നേരെ സ്റ്റുഡിയോ വന്നു. അന്ന് നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്. സ്റ്റുഡിയോ ജയ സ്റ്റുഡിയോ നമ്മുടെ മുസ്ലിംകളുടെ അടുത്ത് നമുക്ക് സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തു. അത് 69 കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ്. ഡേറ്റ് കൃത്യം ഓർക്കുന്നില്ല. ലയൺസ് ക്ലബ്ബുകാരുടെയാണ് എടുത്തതെന്നറിയാം. ഉടനെ ഞാൻ പറഞ്ഞു നേരെ കഴുകാൻ വേണ്ടി കൊടുത്തു. കഴുകാൻ വേണ്ടി കൊടുത്തപ്പോഴത്തേനും എടാ ലൈറ്റ് ഇല്ലായിരുന്നുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു. ഇല്ല അപ്പച്ച ലൈറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ എടുത്തത്, കഴുകിയൊക്കെ കിട്ടുമെന്ന് ഞാൻ ഓർക്കും പറഞ്ഞു. ഉടനെ അപ്പറ്റും കഴുകാൻ വേണ്ടി ഫിലിം കൊടുത്തു. ഫിലിം കഴുകി കഴിഞ്ഞപ്പോഴത്തേനും അപ്പം തന്നെ അന്ന് ലാൻഡ് ഫോണേ ഉള്ളവരുടെ വിളിച്ച് ലയൺസ് ക്ലബ്ബുകാരുടെ അടുത്ത് പറഞ്ഞു ഫോട്ടോ എല്ലാം തന്നേക്കാം, പേപ്പറിൽ കൊടുക്കാൻ തന്നേക്കാന്ന് പറഞ്ഞു. ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടതായിരുന്നു. എല്ലാ ഫോട്ടോസും കൊടുത്തു. പിറ്റേ ദിവസം അച്ഛൻ തൃശ്ശൂർ പോയിട്ട് അന്നത്തെ കാലത്ത് 800 രൂപ വിലയുള്ള കൊഡാക്കിന്റെ ബെല്ലോസ് ഉള്ള ക്യാമറ എനിക്ക് മേടിച്ചു. അതൊക്കെയാണ് ഓർമ്മയിലുള്ളത്. പിന്നെ ആ ക്യാമറയിലായിരുന്നു പിന്നീടുള്ളത്. ഈ ഫോട്ടോ 1957. അന്ന് അച്ഛൻ എടുക്കുന്ന ഫോട്ടോയുടെ പുറകില് ഈ ഡേറ്റ് എഴുതുമായിരുന്നു. എല്ലാ ഫോട്ടോയുടെ പുറകിൽ അച്ഛൻ ഡേറ്റ് എഴുതുമായിരുന്നു. ആ ഫോട്ടോ എല്ലാവരും ചെയ്തതല്ലേ ഈ കാണുന്നത്? ആ ഫോട്ടോ എല്ലാവരും ചെയ്തതാണ്. ഈ ഫോട്ടോ 8/12/1975 എടുത്ത ഫോട്ടോയാണ്. 8/12/1972 എടുത്ത ഫോട്ടോ ആയി കാണുന്നത് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ? അതുപോലെ തന്നെ അച്ഛൻ പുറകില് 8/12/1975 എടുത്ത ഫോട്ടോയാണ്. അപ്പം ഡാമിന്റെ പണി എന്റെ തീരാറായി വരുന്നല്ലേ? തീരാറായി വരും. ഇത് കുളമാവ് ഡാമിന്റെ ഒരു പഴയ ഫോട്ടോയാണ്. അത് ഏത് വർഷമായിരിക്കും എടുത്തത്? ഈ ഫോട്ടോ എടുത്തേക്കണത് 6/3/76. 6/3/76 എടുത്ത ഫോട്ടോ എടുത്തേക്കണത്. അതിന്റെ നമ്പറാണ് F400. ബോഡി കൊടുത്തേക്കണതിന്റെ ഫോട്ടോയുടെ എണ്ണാണ്. അന്ന് കനേഡിയക്കാരാണ് എടുത്തിരുന്നത്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസൊക്കെ. ഇത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അല്ലായിരുന്നു? അത് അതെ 1976 വന്നതല്ലേ? 12/2/1976 നമ്മുടെ മൂലമറ്റം ബോർവോസ് നാടിന് സമർപ്പിക്കാൻ വേണ്ടി, രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടി വന്നതിന്റെ ഫോട്ടോ അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൂലമറ്റം ഇടുക്കി പദ്ധതിയുടെ ഫുൾ ഫോട്ടോ ഫാദർ എടുത്താണ്. ഇടുക്കി മാത്രമല്ല, കേരളത്തിന്റെ KCBയുടെ അല്ല.
അപ്പം ചേട്ടൻ്റെ അതിലൊരു മൊമെന്റോ ഒക്കെ ഉണ്ടല്ലോ, ഇത് ഇപ്രാവശ്യം 50 വർഷം കഴിഞ്ഞതിന് KSB അവരെല്ലാരും നമുക്ക് തന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യമേ കിട്ടുന്ന 65ാമത്തെ വയസ്സിൽ കിട്ടുന്ന മൊമെന്റ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തിൽ കിട്ടുന്ന ഒരു മൊമെന്റ് ആണ്. അതല്ല, ഫോട്ടോ സൂക്ഷിച്ചു വെച്ചു, അച്ഛന്റെ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചു. 1957 ഫോട്ടോ വരെ സൂക്ഷിച്ചു വെച്ചതിന് ഒരു അംഗീകാരം കിട്ടിയതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ അറിവുകൾ ഫോട്ടോ എടുത്തതിനെ കുറിച്ചും ഫോട്ടോയെ കുറിച്ചൊക്കെ പറഞ്ഞു തന്ന നമ്മുടെ ജോയിച്ചേട്ടന് നന്ദി പറയുന്നു. അപ്പൊ നമ്മളിവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കാനായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചത്. നമുക്ക് ഫോട്ടോ എടുത്താക്കാൻ ജോയിച്ചേട്ടാ. ഓക്കെ, എന്നിട്ട് കഴുത്ത് ഇച്ചിരി ഫ്രണ്ടിലോട്ട്. ഓക്കെ ഓക്കെ, റെഡി. എടുക്കാണ്. ഒരു ഫേസ് ഒരാൾ മതി, അത്രയും വേണ്ട. ഓക്കെ, അത് മതി. പിന്നെ തലച്ചിരി ഫ്രണ്ടിലോട്ട് ആദ്യം തന്നെ. ഓക്കെ, റെഡി. മറല്ലേ, ചിരി വേണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോട്ടോ അത് നമ്മുടെ ജോയിച്ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. നമുക്ക് ഇടുക്കി ഫാർ ഹൗസിനെ കുറിച്ചുള്ള ഫോട്ടോകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും അതുപോലെ ജോയിച്ചേട്ടൻ്റെ പഴയ മെമ്മറീസ് ഒക്കെ നമുക്ക് കേൾക്കാനും അറിയാനൊക്കെ സഹായിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.